നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് നിങ്ങളെ ആരെങ്കിലും രഹസ്യമായിട്ട് നിരീക്ഷിക്കുന്നുണ്ടോ, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ചിലപ്പോൾ അത് ക്രഷ് ആവാം, ചിലപ്പോൾ നിങ്ങളുടെ ഓഫീസിലെ ആളുകളാവാം, ചിലപ്പോൾ ബാങ്കിൻ്റെ കാര്യം, ഫിനാൻഷ്യൽ ഇതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് നോക്കുന്നുണ്ടാവും. പലതരത്തിൽ നിങ്ങളുടെ എക്സ് നിങ്ങളെ നോക്കുന്നുണ്ടാവാം. മനസ്സിലായി? ആരായാലും ആരെങ്കിലും നിങ്ങളെ സ്പൈ ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളുടെ എനർജിയാണിത്. നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി 1, 2, 3 ഏത് കാർഡ് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസണേറ്റ് ചെയ്യണമെന്നില്ല. പേഴ്സണൽ റീഡിങ്ങിന് വേണ്ടവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് നമ്പർ ഉണ്ട്, കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇത് കഴിഞ്ഞാൽ നമ്മൾ നോക്കുക നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന്. പിന്നെ നമ്മൾ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ പേഴ്സൺ നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ടോ എന്ന് സംശയമുള്ളവർ മാത്രമേ റീഡിങ് കാണാൻ പാടുള്ളൂ കേട്ടോ. കാരണം അതല്ലാത്തവരത് നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ നിങ്ങൾക്കൊരു തോന്നലുണ്ട് നിങ്ങൾ ആരെങ്കിലും സ്പൈ ചെയ്യുന്നുണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ റീഡിങ് കാണാൻ പാടുള്ളൂ. അപ്പോൾ നിങ്ങളെ അവർ സ്പൈ ചെയ്യുന്നതിൻ്റെ കാരണം എന്താണ്, അത് കഴിഞ്ഞിട്ട് അവരുടെ ഉദ്ദേശം എന്താണ്, പിന്നെ അവസാനത്തെ ചോദ്യം അവർ നിങ്ങളെ സ്പൈ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടും ഉണ്ടാവാനുള്ള വഴിയുണ്ടോ. അത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പോൾ 1, 2, 3 സെലക്ട് ചെയ്തോളൂ. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് രണ്ടാമത്തെയും മൂന്നാമത്തെയും റീഡിങ്ങിലേക്ക് പോവാം. സോറി, ഒന്നാമത്തെ റീഡിങ്ങിന് രണ്ടാമത്തെയും മൂന്നാമത്തെയും കാർഡ് മാറ്റി വെച്ചു. ഇന്ന് ആകെ ഒരു തരം എന്തോ ഒരു ഓക്കെ. ഇതപ്പോൾ നിങ്ങളുടെ എനർജിയാണത്. നമുക്ക് ഓറക്കിൾ മെസ്സേജ് നോക്കാം നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഭഗവാനെ, അപ്പോൾ നമുക്ക് നിങ്ങൾക്കുള്ള ഓറക്കിൾ മെസ്സേജ് എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ ചക്രാസിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് പറയുന്നുണ്ട് ഇവിടെ. അപ്പോൾ ചക്രാസ് 7 ചക്രാസ് ഉണ്ടെന്നാണ് പറയുന്നത് നമ്മളുടെ ശരീരത്തിൽ. അത് ക്ലെൻസ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. വേറെ കാർഡ്സ് ഒന്നും വന്നില്ല. 2 കാർഡ്. രണ്ടാമത്തെ കാർഡ് പറയുന്നത് നമ്മളുടെ ഈ ചക്രാസ് ഇത് നമ്മളുടെ മൊത്തം ബോഡി, നമ്മളുടെ മൈൻഡ് എല്ലാത്തിനെയും, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, എടുക്കുന്ന ശ്വാസം, മനസ്സിലായി, ഇതെല്ലാമാണ് നമ്മളുടെ ചിന്തകളായിട്ടും നമ്മളുടെ പ്രവൃത്തികളായിട്ടൊക്കെ മാറുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ നിങ്ങൾ ഭക്ഷണക്രമത്തിൽ വ്യത്യാസം വരണോ, ചിന്തകളുടെ ഇതിൽ, സോറി, കുടിക്കുന്ന വെള്ളം എങ്ങനത്തെ വെള്ളം, തണുത്ത വെള്ളം, ചൂടുവെള്ളം, മീൻസ് എങ്ങനത്തെ വെള്ളമാണ് നിങ്ങൾ കുടിക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ നിങ്ങൾ ഒരു ശ്രദ്ധിക്കുക, നിങ്ങളുടെ ജീവിത രീതി അതനുസരിച്ച് വ്യത്യാസം വരുത്തുക. അതാണ് ഒന്നാമത്തെ കാർഡ്. രണ്ടാമത്തെ കാർഡ് മേജർ ചേഞ്ച്, ഡിസ്ട്രോയർ. ഡിസ്ട്രോയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാശം വിതയ്ക്കുന്നവൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു നാശം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് ആ നാശം വരുമ്പോൾ അതിൻ്റേതായ വ്യത്യാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരും. അത് വന്ന് കഴിയുമ്പോൾ അപ്പോൾ നിങ്ങൾ വിചാരിക്കാത്ത ഒരു നാശനഷ്ടം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ 2 കാർഡാണ് വന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി എന്താണ്? ക്വീൻ ഓഫ് കപ്സ് ആണ്. ഇത് അൺകണ്ടീഷണൽ ലവ് ആണ് ക്വീൻ ഓഫ് കപ്സ് കാണിക്കുക. പിന്നെ ഓക്കെ, ഇറങ്ങി. പൂച്ചക്കുട്ടിക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. എനിക്ക് ഇറങ്ങി, അതിലിറങ്ങി. ക്വീൻ ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ അൺകണ്ടീഷണൽ ലവ് ആണ്. ഫീമെയിൽ എനർജിയാണ്. മെയിൽ ആണുങ്ങൾക്കും ഈ ഒരു എനർജി വരാം, ഫീമെയിൽ എനർജി വരാം. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയുക, വളരെ ഷൈ ആയ ഒരു എനർജിയാണ്. കുനിഞ്ഞാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ ഇമോഷൻസ് ഒന്നും അധികം പുറത്ത് കാണിക്കാറില്ല ആരോടും.
വിശദീകരിക്കാറില്ല. പിന്നെ അവരുടെ ലവ് എന്ന് പറഞ്ഞാൽ പ്യുവറാണ്. അവർ സെൽഫിഷായിട്ടല്ല സ്നേഹിക്കുക. അപ്പോൾ ഇതാണ് നിങ്ങളുടെ എനർജി. ഇപ്പോൾ നിങ്ങൾ കുറച്ച് ഷൈ ആയ എനർജിയാണ്, ഇമോഷണലാണ്. പക്ഷെ നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങൾ അടക്കി വെക്കും. ഇപ്പം നിങ്ങൾക്ക് ആരോടെങ്കിലും ഭയങ്കരമായിട്ട് സ്നേഹം തോന്നിയാലും നിങ്ങൾ അങ്ങോട്ട് ചെന്ന് പറയാനുള്ള ധൈര്യം നിങ്ങൾക്ക് ഉണ്ടാവാറില്ല. മനസ്സിലായോ? അങ്ങനെ ഒരിതാണ് കാണിക്കുന്നത്. സ്നേഹം മൂടി മറച്ചു വെക്കുന്ന ഒരു എനർജി ആയിട്ടാണ്. കാരണം ഇതിനു മുമ്പ് ചിലപ്പോൾ നിങ്ങൾക്ക് ബാഡ് എക്സ്പീരിയൻസ്, സ്നേഹം പറഞ്ഞപ്പോൾ കളിയാക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ടായിരിക്കും നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള വികാരങ്ങളും വിചാരങ്ങളും എല്ലാം മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വെക്കുന്നത്. കുറേ അധികം സീക്രട്സ് സൂക്ഷിക്കുന്ന ഒരു എനർജിയും കൂടിയാണ് നിങ്ങൾ. ഇത് ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ ആണ്. 3 of Pentacles. നിങ്ങൾ ആരോടോ സഹകരിച്ച് പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ഒരു പേജ് ഓഫ് കപ്സ് കാണിക്കുന്നുണ്ട്. പേജ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോസിപ്പുകൾ ഇൻട്രസ്റ്റ് ഉള്ള ഇമ്മച്യൂർഡ് ആയ ഒരു എനർജിയാണ് പേജ് ഓഫ് കപ്സ്. എല്ലാവരിൽ നിന്നും ന്യൂസ് ശേഖരിക്കുന്ന ഒരു എനർജി ആയിട്ടാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ കൂട്ടുകെട്ടിൽ, നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്, നിങ്ങളുടെ പരിചയത്തിലുള്ള, നിങ്ങളുടെ ഫാമിലിയിലുള്ള ആരോ ഒരാൾ നിങ്ങൾ മനസ്സ് തുറന്നപ്പോൾ അവർ നിങ്ങൾ രഹസ്യമായിട്ട് പറഞ്ഞ പല കാര്യങ്ങളും അവർ അറിഞ്ഞിട്ട് അത് പരസ്യമാക്കിയിട്ടുണ്ടാവാം. അപ്പം നിങ്ങൾക്ക് അതൊരു അയ്യോ അത് വേണ്ടായിരുന്നു, ഞാൻ ഒരാളെ വിശ്വസിച്ചു, വളരെ ബുദ്ധിമുട്ടിയാണ് ഒരാളെ വിശ്വസിച്ചത്, പക്ഷേ അതെനിക്കിപ്പോൾ പണിയായി എന്നൊരു ചിന്ത നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു നിസ്സഹകരണ മനോഭാവത്തിലാണ് നിങ്ങൾ എന്നാണ് ഇപ്പോൾ ഇത് കാണിക്കുന്നത് കേട്ടോ. ഇമോഷണൽ പ്രശ്നമാണ് ഇവിടെ, ഭയങ്കര ഇമോഷണലായി നിങ്ങൾ. ഓക്കെ, അപ്പോൾ ആ പേഴ്സൺ പാര വെച്ചു എന്നർത്ഥം. ഓക്കെ, അതാണ് നിങ്ങളുടെ എനർജി. ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണ്? ഇപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? നിങ്ങളുടെ സിറ്റുവേഷൻ നിങ്ങൾ ഭയങ്കരമായിട്ട് വിശ്വസിച്ചു, നിങ്ങൾ ചിലപ്പോൾ പഠിപ്പിച്ച് കൊണ്ടുവന്ന ഒരാൾ, നിങ്ങൾ മെൻറ്ററായിട്ട് നിങ്ങളുടെ കൂടെ മീൻസ് നിങ്ങൾ വഴി കാണിച്ചു കൊടുത്ത ഒരാളായിരിക്കാം. ഇത് ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കാം, നിങ്ങളെക്കാളും പ്രായം കുറഞ്ഞ ഒരു എനർജി. ആ പേഴ്സൺ ചിലപ്പോൾ നിങ്ങളുടെ ഒപ്പം വർക്ക് ചെയ്യുന്നവരായിരിക്കാം. ഈ പേഴ്സൺ ചിലപ്പോൾ നിങ്ങളുടെ ഓഫീസിലെ കാര്യങ്ങളായിരിക്കാം ആർക്കെങ്കിലും ചോർത്തി കൊടുത്തത്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളായിരിക്കാം. അപ്പോൾ അതുകൊണ്ടുള്ളൊരു ഹാർട്ട് ബ്രേക്ക് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഭയങ്കരമായിട്ട് വിശ്വസിച്ചിട്ട് അത് ഭയങ്കര പണിയായിട്ട് മാറിയ ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് ഇത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ക്ലാരിഫൈ ചെയ്യാം. സോഡിയക് സൈൻ സ്ട്രോങ് ഒന്നും കാണിക്കുന്നില്ല. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, അക്വേറിയസ്, ലീബ്ര, ജെമിനായി. ചിലർക്ക് ഗോസിപ്പ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് സംസാരിക്കണം. നമ്മളുടെ കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയുമ്പോൾ വളരെ സൂക്ഷിച്ചായിരിക്കണം. നമ്മൾ ആരോടാണ് പറയുന്നത് എന്ന് ബോധം വേണം നമുക്ക് കേട്ടോ. നമുക്കിതൊന്ന് ക്ലാരിഫൈ ചെയ്യാം. ജസ്റ്റിസ് കാർഡ് കാണിക്കുന്നുണ്ട്. ഇത് ചിലപ്പോൾ വളരെ ഒഫീഷ്യലായിട്ടുള്ള സീക്രട്സ് ആയിരിക്കാം നിങ്ങളിൽ നിന്ന് ചോർന്ന് പോയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ തമ്മിൽ നല്ല ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരുന്നു, വർഷങ്ങളായിട്ട് പരിചയമുള്ള ഒരാളായിരിക്കാം, അല്ലെങ്കിൽ ഫാമിലി ഫ്രണ്ട് ആരോ ഒരാളാണിത്. അപ്പോൾ നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻ ചതിക്കപ്പെട്ടല്ലോ, ഇത് ചിലപ്പോൾ കേസിലേക്ക് വരെ പോവാം. മനസ്സിലാവും, ഒരു പോലീസ് കേസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തോ ഒരു കാര്യത്തിൽ നിങ്ങൾ കൂടെ നിന്ന ഒരാൾ നിങ്ങളെ ചതിക്കുകയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ വളരെ നാർസിസിസ്റ്റിക് ആയ ഒരു ഡെവലിഷ് എനർജി നിങ്ങൾ മനസ്സിലാക്കിയില്ല ആ പേഴ്സണെ.
പുറമേ കാണുമ്പോൾ ഭയങ്കരമായിട്ടുള്ള നല്ല, കാരണം സഹതാപം, ഈ സഹതാപം എന്ന് പറഞ്ഞപ്പോൾ കാര്യം ആർക്കും ഒരു ഗുണവും ചെയ്യില്ല. സഹതാപത്തിന് പകരം നമ്മൾക്ക് അവരെ സഹായിക്കാം. പക്ഷെ ചിലർ സഹതാപം യൂസ് ചെയ്തിട്ട് നമ്മളിൽ നിന്ന് കാര്യങ്ങൾ ഗോസിപ്പ് അവർക്ക് ഗോസിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മളുടെ സീക്രറ്റ്സ് അവരെടുക്കാം. അയ്യോ എന്ത് പറ്റി, മാനേജർ ഇപ്പോൾ ഓഫീസിലാണെങ്കിൽ നമ്മൾ മാനേജർ റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ നമ്മളുടെ മുഖത്ത് അവർക്കറിയാം, അവർ ഊഹിച്ചെടുക്കും, മനസ്സിലായോ? അപ്പോൾ മാനേജർ ചീത്ത പറഞ്ഞോ, എന്ത് പറ്റി എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ അയ്യോ ഇങ്ങനെ ഉണ്ടായി അങ്ങനെ. പക്ഷെ അവർ മറ്റുള്ളവരുടെ അടുത്ത് പോയി അത് പൊടിപ്പും തൊങ്ങലും വെച്ച് പറഞ്ഞ് നിങ്ങളെ ഒരു അപഹാസ്യ പാത്രമായിട്ട് ഒരു ഹാസ്യ കഥാപാത്രമായിട്ട് മാറ്റും. ഇതൊന്നും നിങ്ങൾക്കറിയില്ലായിരുന്നു. നിങ്ങൾ ഭയങ്കര ശുദ്ധഗതിയുള്ള ഒരു എനർജിയാണ്. അപ്പോൾ ഇതൊരു ഡെവലിഷ് എനർജിയാണ് നിങ്ങളുടെ ലൈഫിലുള്ള ആ ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ശരിക്കും പാര വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ദുഃഖത്തിലാണ്, ഒരു ഹാർട്ട് ബ്രേക്കിലാണ് നിങ്ങളെന്നാണ് പറയുന്നത്. ഇവിടെ ലീബ്ര ഉണ്ട്, ക്യാൻസർ സോഡിയാക് സൈൻ ഉണ്ട്, കാപ്രിക്കോൺ ഉണ്ട്. ഇവർ 3 പേരാണ് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു വിഷമം നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഇതുവരെ പോയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇവരെന്തിനാണ് ഇപ്പോൾ നിങ്ങളെ സ്പൈ ചെയ്യുന്നത്? ഈ എനർജിയാണ് നിങ്ങളെ സ്പൈ ചെയ്യുന്നത്. ഇവരെന്തിനാണ് നിങ്ങളെ ഇപ്പോൾ സ്പൈ ചെയ്യുന്നത്? അതാണ് നമുക്ക് ചോദിക്കേണ്ടത്. ഇവരെന്ത് കാരണം കൊണ്ടാണ് നിങ്ങളെ സ്പൈ ചെയ്യുന്നത്? അതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ ഇവർ നിങ്ങളുടെ അടുത്ത് നിന്ന് കടം വാങ്ങിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് പൈസ വല്ലതും തരാനുണ്ടോ? അത് നിങ്ങൾ ആരോടെങ്കിലും എന്തെങ്കിലും ചെയ്തോ? അപ്പോൾ അത് അവർക്കൊരു നാണക്കേടായിട്ടാണോ അവർ സ്പൈ ചെയ്യുന്നത്? ഇവിടെ ഒരു ക്വീൻ ഓഫ് വോൺസ് ആണ് കാണിക്കുന്നത്. ക്വീൻ ഓഫ് വോൺസ് എന്ന് പറഞ്ഞാൽ പുറമെ ഭയങ്കരമായിട്ട് എപ്പോൾ കണ്ടാലും ചിരിക്കും, പിടിച്ചിരുത്തി സംസാരിക്കും, അങ്ങനെയൊക്കെ ചെയ്യും. ഭയങ്കര സന്തോഷത്തിൽ പെരുമാറും, ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് പെരുമാറും. പക്ഷേ ഇത് ആക്ച്വലി ഭയങ്കര ഇൻസെക്യൂരിറ്റി ഉള്ള ഒരു എനർജിയാണ്. ഇവർക്ക് എപ്പോഴും ഒരു അൾട്ടീരിയർ മോട്ടീവ് ഉണ്ടാവും, ഭയങ്കര അസൂയുള്ള ഒരു എനർജിയാണ്. അപ്പോൾ ഇപ്പോൾ ഒരു പ്രൊമോഷൻ കിട്ടിയെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇവർ പുറമേ ഭയങ്കര സന്തോഷം കാണിക്കുമെങ്കിലും ഉള്ളിൽ ഭയങ്കരമായിട്ട് അസൂയ വയ്ക്കുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ കൂടെയുള്ള എനർജി. അപ്പോൾ ഇതുകൊണ്ടാണ്, അപ്പോൾ നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് വല്ലതും ആണോ ഇവർ നിങ്ങൾക്ക് പാര വെച്ചത്? മനസ്സിലായോ? ഇതൊരു ചാരിറ്റി പോലെയും കാണിക്കുന്നുണ്ട്. ഇവർക്ക് നിങ്ങളെ ഡോമിനേറ്റ് ചെയ്യണം, അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ. ഇപ്പോൾ ഇവർക്ക് ഇതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് അറിയില്ലല്ലോ. ഇവർ നിങ്ങൾക്ക് പാര വെച്ചെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് ഇവർക്ക് അറിയില്ല. അതുകൊണ്ടാണ് ഇവർ നിങ്ങളെ സ്പൈ ചെയ്യുന്നത്. നിങ്ങളുടെ പെരുമാറ്റത്തിൽ നിങ്ങൾ ആരോടെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ നിങ്ങൾക്ക് പാര വെച്ച കാര്യം എന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ഇതിനാണ് ഇവർ നിങ്ങളെ സ്പൈ ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഇങ്ങനെ ഇവരെക്കുറിച്ച് പറയുകയോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഇവർക്ക് മനസ്സിലായോ ചെയ്ത് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഇത് ഇപ്പോൾ ഒരു റീകൺസിലിയേഷൻ ഒന്നും പോസിബിൾ അല്ല എന്ന് ഇവർക്കറിയാം. രണ്ടാമത്തെ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരാൻ ചാൻസ് ഇല്ല. റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പ് ആവാം, നെയ്ബേഴ്സ് ആവാം, കൊലീഗ്സ് ആവാം, ആരുമാവാം. അപ്പോൾ ഇതിനകത്ത് ഇനി വർക്ക് ചെയ്യാൻ പറ്റില്ല. റിലേഷൻഷിപ്പ് അത്രയും സ്പോയിലായി. മനസ്സിലായോ? അപ്പോൾ ഇവർക്ക് നേരിട്ട് നിങ്ങളോട് ചോദിക്കാനുള്ള ധൈര്യമില്ല, കാരണം അത്രയും സ്പോയിലായ റിലേഷൻഷിപ്പ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ നിങ്ങളോട് അതുകൊണ്ടാണ് സ്പൈ ചെയ്യുന്നത്. നേരിട്ട് ചോദിക്കാൻ പറ്റില്ല നിങ്ങളോട്. എന്താണ്, വല്ല കാര്യമായോ, നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണോ ഒന്നും ചോദിക്കാൻ അവർക്ക് പറ്റില്ല. അതുകൊണ്ടാണ് അവർ ഒളിച്ചിരുന്ന് നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നത്. ഫ്രണ്ട്സിനോടും മറ്റു കൊളീഗ്സിനോടും എല്ലാം നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് ഈ പേഴ്സൺ. അക്വേറിയസ് സോഡിയാക് സൈൻ കാണിക്കുന്നുണ്ട് ഇവിടെ, റിവേഴ്സാണ്. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഇവരുടെ ഉദ്ദേശം എന്താണ്? ഈ സ്പൈ ചെയ്തിട്ട് അവരെന്ത് ചെയ്യും? നിങ്ങളുടെ കാര്യങ്ങൾ സ്പൈ ചെയ്തിട്ട് ഇനി എന്താണ് അവരുടെ ഉദ്ദേശം? ഇനി എന്താണ് അവരുടെ ഉദ്ദേശം? ഇനി എന്താണ് ഇവരുടെ ഉദ്ദേശം? ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്താണ് ചെയ്യുക? പിന്നെ ഇവർ ഡിഫെൻഡ് ചെയ്യും ഇവരെ തന്നെ. ഇവർക്ക് എന്തിനാണ് നിങ്ങൾ ഇത് അറിഞ്ഞോന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അവർ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയും, അയ്യോ ഞാൻ ഇതിങ്ങനെ നീ ഇങ്ങനെ പറയുന്നെന്ന് മനസ്സിലായി, പക്ഷെ ഞാനല്ല കേട്ടോ ചെയ്തത്, അത് ആൾക്കാർ വെറുതെ നമ്മളെ തെറ്റിക്കാൻ വേണ്ടി പറയുന്നതാണ്, നീ ഇതൊന്നും വിശ്വസിക്കരുത്, ഞാനിപ്പോഴും നിൻ്റെ നല്ല കൂട്ടുകാരിയാണ് അല്ലെങ്കിൽ കൂട്ടുകാരനാണ് എന്നൊക്കെ പറഞ്ഞ് ഇവരുടെ സൈഡ് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ നിങ്ങളെ സ്പൈ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കാരണം നിങ്ങളുമായിട്ട് ഇവരോട് ചിലപ്പോൾ ഇവരുടെ സ്വഭാവം ഇങ്ങനെ ആയതുകൊണ്ട് വേറെ ആരും ഇവരോട് മിണ്ടില്ലായിരിക്കും.
ആകെ നിങ്ങൾ മാത്രം. പക്ഷെ ഇവരുടെ ഈ സ്വഭാവം അവർക്ക് മാറ്റാൻ പറ്റില്ല. അപ്പോൾ അവർ നിങ്ങൾക്കും പാര വെച്ചു. അത് പക്ഷെ ഇത്ര പ്രശ്നമാവുമെന്ന് അവർ വിചാരിച്ചിട്ടുണ്ടാവില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ജോലി നഷ്ടപ്പെടുകയോ സസ്പെൻഷനിലാവുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറ്റിയിട്ടുണ്ടാവും ഈ ഒരു പേഴ്സൺ കാരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ പക്ഷെ നിങ്ങളുടെ ജോലിയിൽ പ്രശ്നം ഉണ്ടായതോ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടായതല്ല. അവർക്ക് അവരുടെ സൈഡ് ക്ലിയർ ആക്കണം. മനസ്സിലാവുണ്ടോ? കാരണം അവർ ചെയ്തത് തെറ്റാണെന്ന് അവർക്ക് അറിയാം. അപ്പോൾ അത് ക്ലാരിഫൈ ചെയ്യണം. ഞാൻ അങ്ങനെയൊന്നും അല്ല, ഞാൻ ഭയങ്കര ഡീസൻ്റ് ആണ്. കാരണം ഇവർക്ക് ഇവരുടെ സ്വഭാവം ഇവർക്ക് അറിയില്ല. ഇത് ലീബ്ര സോഡിയാക് സൈൻ ആണ്. ജസ്റ്റിസ്, അന്യായം. മനസ്സിലായോ? അപ്പോൾ ഈ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് അവരെ തന്നെ അവർ അപ്പോൾ ഇവർ കുറച്ച് കള്ളത്തരം ഉള്ളതാണ്. കുറച്ചു ഇങ്ങനെ എന്താ പറയുക, തെറ്റ് ചെയ്തിട്ട് അത് ന്യായീകരിക്കുന്ന ഒരു എനർജിയാണിത്. അതുകൊണ്ടാണ് ഈ ജസ്റ്റിസ് റിവേഴ്സ് വന്നിരിക്കുന്നത്. നമ്മൾ തെറ്റ് ചെയ്ത് കുറ്റബോധം വേണം, അല്ലെങ്കിൽ അയ്യോ വേണ്ടായിരുന്നു, അതങ്ങനെ റിപ്പീറ്റ് ചെയ്യരുത് എന്ന് നമ്മൾ ചിന്തിച്ചാൽ അത് വേറൊരു സൈഡ്. പക്ഷെ ഇവർക്ക് കുറ്റബോധമില്ല. അവർ ചെയ്തത് അത് മറ്റുള്ളവർ അറിയരുതെന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ. മനസ്സിലാവും? ഇവർക്ക് ന്യായീകരണമാണ് ഇവരുടെ മെയിൻ പരിപാടി. അപ്പോൾ ഇവരെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ്. കാരണം മേ ബി നിങ്ങളായിരിക്കാം ഇവരെ പൈസ കൊടുത്ത് സഹായിച്ചിരുന്ന ഒരു എനർജി. കാരണം ആരും മിണ്ടില്ല ഇവരുടെ സ്വഭാവം വെച്ചിട്ട്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ പാര വന്നപ്പോൾ ഇനി ആര് സഹായിക്കും? അതൊക്കെ കൊണ്ടിട്ടാണ് ഇവർ നിങ്ങളോട് സഹായിക്കുക. അതുകൊണ്ടാണ് റീകൺസിലിയേഷൻ ട്രൈ ചെയ്യാൻ പോകുന്നത് ഇവർ. മനസ്സിലായി? ഞാൻ അങ്ങനെയൊന്നും അല്ല, ഞാൻ ഭയങ്കര ശുദ്ധഗതിയുള്ള ഒരു എനർജിയാണ്, നിങ്ങൾ കേൾക്കുന്ന പോലെയല്ല എൻ്റെ സ്വഭാവം എന്നൊക്കെ ഇവർ നിങ്ങളെ പറഞ്ഞ് മനസ്സ് മാറ്റാൻ നോക്കും. അതാണ് ഇവരുടെ ഉദ്ദേശം. ഇവിടെ ലീബ്ര ഉണ്ട്, ജെമിനായി ഉണ്ട്, സ്കോർപ്പിയോ ഉണ്ട്. ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവോ? ഇവരുടെ ഈ ഒരു പെരുമാറ്റം കൊണ്ട്, ഇവർ ഈ സ്പൈ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ? നോ ആണ് പറയുന്നത്. നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല, നിങ്ങളെ ബാധിക്കുന്നില്ല. നിങ്ങൾ അവരെ ഇഗ്നോർ ചെയ്താൽ മതി. മനസ്സിലായി? നിങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റില്ല അവർക്ക്. കാരണം ചെയ്യാവുന്നതൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനി അവർക്ക് ഇത് ന്യായീകരണമാണ്. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ കാണുമ്പോഴാണ് പലതരം സിറ്റുവേഷൻ ഉണ്ടാവും. ചിലപ്പോൾ ഒരാൾ ഭയങ്കര പോപ്പുലർ ആണെങ്കിൽ ഒപ്പം വർക്ക് ചെയ്യുന്നവർക്കോ ഫ്രണ്ട്സിനോ തന്നെ അല്ലെങ്കിൽ സിസ്റ്റേഴ്സിന് തന്നെ അസൂയ തോന്നാറുണ്ട്. ഒരു സിസ്റ്റർ കാണാൻ നല്ലതാണ്, ഒരു ബ്രദർ കാണാൻ നല്ലതാണ്. അങ്ങനെയാണെങ്കിൽ അവനെ പുകഴ്ത്തുകയോ അവളെ പുകഴ്ത്തുകയോ ഒക്കെ ചെയ്യുമ്പോൾ മറ്റേ സിസ്റ്ററിന് ഭയങ്കര അസൂയ തോന്നും. ഇത് ഫ്രണ്ട്സ് തമ്മിൽ, ക്ലോസ് ഫ്രണ്ട്സ് തമ്മിലുണ്ടാവാം. ഒരുത്തിക്ക് കൂടുതൽ അറ്റൻഷൻ കിട്ടുന്നെന്ന് പറയുമ്പോൾ മറ്റേ ഫ്രണ്ടിന് ഭയങ്കര അസൂയാവാം. മനസ്സിലായി? അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണിക്കുന്നത്. ജോലിയിൽ ഒരാൾ മറ്റുള്ളവരൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു പറയുമ്പോൾ വേറൊരാൾക്ക് അസൂയ തോന്നാം, അവർ പാര വെക്കാൻ നോക്കാം. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം നടന്നു കഴിഞ്ഞു, നിങ്ങൾക്ക് പണി കിട്ടി. മനസ്സിലായോ? ഇനിയിപ്പോൾ ഇവരെ വേറെ ആരും അടുപ്പിക്കില്ല. അതുപോലെ നിങ്ങൾ ഇവരെ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെ നിങ്ങളുമായിട്ട് ഉടക്കി കഴിഞ്ഞാൽ, നിങ്ങൾ ഇവരോട് മിണ്ടാതായി കഴിഞ്ഞാൽ ഇവരൊരു ഫിനാൻഷ്യൽ സോഴ്സ് പോയി സംസാരിക്കാൻ ആളില്ലാണ്ടാവും, ഒരു ഫ്രണ്ടും ഇല്ലാണ്ടാവും. അതുകൊണ്ടാണ് ഇവർ നിങ്ങളോട് തിരിച്ചു വരാം. അപ്പോൾ ഇവരെ കൊണ്ട് നിങ്ങൾക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്ടിരുന്നാൽ മതി. മനസ്സിലായി? ഇവർ നിങ്ങളുടെ പുറകെ നടക്കും. പക്ഷേ ഇതൊരു പാഠമായിട്ട് വെക്കുക. എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കരുത്. എല്ലാവരും നിങ്ങൾ വിചാരിക്കുന്ന പോലെ, നിങ്ങൾ എങ്ങനെയാണോ അങ്ങോട്ട് പെരുമാറുന്നത് അതുപോലെയാണ് എല്ലാവരും ഇങ്ങോട്ടൊന്നും വിചാരിക്കരുത്. എല്ലാവരെയും അറിഞ്ഞ് പെരുമാറണം എന്നാണ് യൂണിവേഴ്സ് നിങ്ങൾക്കൊരു പാഠമായിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് ആദ്യത്തെ റീഡിങ്. ഇത് ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ. പിന്നെ ഇതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ കാര്യം ഓൾറെഡി നിങ്ങളുടെ ലൈഫിൽ നടന്നു കഴിഞ്ഞു. മനസ്സിലായോ? ചിലപ്പോൾ ആരുടെയെങ്കിലും ലൈഫിൽ ഇത് വരാൻ പോകുന്നതായിരിക്കാം. ടൈമാണല്ലോ, ഇങ്ങനെ വന്നും പോയിരിക്കും. എന്നുവെച്ചാൽ ചിലരുടെ ജീവിതത്തിൽ, അപ്പോൾ യോഗം അനുസരിച്ചാണ് കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ വരിക. അപ്പോൾ ചിലരുടെ ജീവിതത്തിൽ അത് വന്ന് പോയിട്ടുണ്ടാവാം, ചിലരുടെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ടാവും അവർ, ചിലരുടെ ജീവിതത്തിൽ അത് വരുന്നുണ്ടാവാം. എങ്ങനെയാണെന്ന് വെച്ചാൽ എടുക്കുക. അപ്പോൾ രണ്ടാമത്തെ കാർഡിൻ്റെ റീഡിങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇരിങ്ങനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓറക്കൽ മെസ്സേജ്, രണ്ടാമത്തെ കാർഡിൻ്റെ ഓറക്കൽ മെസ്സേജ് ആണ് നോക്കുന്നത്. ഭഗവാനെ,
നമുക്ക് രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജാണ് നോക്കുന്നത്. ഒരു കാർഡ് ഇവിടെ വന്നു. ഇനി എന്തോ നോക്കാം. ഒന്നും കൂടി ഷഫിൾ ചെയ്ത് നോക്കാം. ഇത് കറക്റ്റിംഗ് യുവർ മിസ്റ്റേക്സ്. അപ്പോൾ ഇറ്റ് ഈസ് ദ റൈറ്റ് ടൈം ടു ആക്സെപ്റ്റ് യുവർ മിസ്റ്റേക്ക്. അപ്പോൾ യൂണിവേഴ്സ് എന്താണ് പറയുന്നത്? ഇതാണ് നിങ്ങളുടെ തെറ്റുകൾ അംഗീകരിക്കാൻ, എന്ന് വെച്ചാൽ ആക്സെപ്റ്റ് ചെയ്യാനുള്ള സമയം. മനസ്സിലായോ? അതുപോലെ തന്നെ നിങ്ങൾ ചെയ്ത തെറ്റുകൾക്ക് പ്രായശ്ചിത്തം ചെയ്യാനായിട്ട് ശ്രമിക്കുകയും വേണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് കേട്ടോ. അപ്പോൾ ആ കാർഡാണ് രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വന്നേക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ എനർജി എന്താണെന്ന് വെച്ചാൽ നൈറ്റ് ഓഫ് സ്വേർഡ്സ് ആണ്. അക്വേറിയസ്, ലിബ്ര, ജെമിനി സോഡിയാക് സൈൻ ആണിത്. നൈറ്റ് ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഭയങ്കര ടെൻഷനിലാണ്, നിങ്ങൾക്ക് ഭയങ്കര ദേഷ്യം, മനസ്സിലായി, ഭയങ്കരമായ ദേഷ്യത്തിലാണ് നിങ്ങൾ. നിങ്ങളോട് ആരോ എന്തോ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യം ഇപ്പോൾ ആരെങ്കിലും നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെനിക്ക് ആരാണ് പറഞ്ഞത്, എന്താണ് പറഞ്ഞത്, എന്തിനാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു ചോരത്തിളപ്പിലാണ് നിങ്ങളെന്നാ പറഞ്ഞത് കണ്ടോ. മുമ്പോട്ട് കുതിക്കുകയാണ് ചെയ്യുന്നത്, വളരെ ദേഷ്യത്തിലാണ്. അപ്പോൾ എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് നല്ലൊരു പണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാണ് നിങ്ങളുടെ എനർജി കാണിക്കുന്നത് ഇവിടെ. നിങ്ങളെ ആരെങ്കിലും സ്പൈ ചെയ്യുന്നുണ്ടോ എന്നതാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് നോക്കാം എന്താണ് സിറ്റുവേഷൻ. ചിരിക്കൂ, ചിരിക്കൂ. ഒരക്കം വന്ന് ചിരിക്കൂല. 4 of Swords റിവേഴ്സും. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതിന് പ്രതികരിച്ചിട്ടില്ല, ഈ ഒരു പ്രശ്നത്തിന്. പക്ഷെ നിങ്ങൾ പ്രതികരിക്കാതിരിക്കും തോറും ഇവർക്ക് എന്തോ ഒരു എനർജി കൂടുന്ന പോലെ. അവർ ബാക്ക് ഔട്ട് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് പണി തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും നാളും നിങ്ങൾ എല്ലാം മനസ്സിൽ ഒതുക്കിയിരുന്നിട്ട് അപ്പോൾ തന്നെത്താനെ അവർ നിർത്തിക്കോളും എന്ന് നിങ്ങൾ വിചാരിച്ചു, നിങ്ങളെ ഉപദ്രവിക്കുന്നത് അവരെ നിർത്തിക്കോളും എന്ന് വിചാരിച്ചിട്ട് അത് നടന്നില്ല. അപ്പോൾ അവർ കണ്ടിന്യൂ ചെയ്യാണ്. എടാ അടി ചിരിക്കോ, അവിടെ. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ ആക്ഷൻ എടുക്കാൻ പോവാണ്. നിങ്ങൾ ഇതുവരെ മിണ്ടാതിരുന്ന ഒരാളാണ്, പക്ഷേ ഇനി ആക്ഷൻ എടുത്തേ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നിങ്ങൾ പുതിയ കമ്മ്യൂണിക്കേഷനൊന്നും കൊടുക്കുന്നില്ല, അവരെ അറിയിക്കുന്നില്ല ഞാനിങ്ങനെ റിയാക്ട് ചെയ്യാൻ പോകുന്നുണ്ടെന്ന്. പക്ഷെ ആദ്യമായിട്ട് നിങ്ങൾ റിയാക്ട് ചെയ്യാൻ പോവുകയാണ്. ഇതെല്ലാം തോട്ട്സ് ആണ്, മനസ്സിലാണ്. ചിലപ്പോൾ നിങ്ങൾ ആക്ഷനിലേക്ക് പോയിട്ടുണ്ടാവില്ല, നിങ്ങളുടെ മനസ്സിലാണ് ഈ ദേഷ്യവും. നിങ്ങളുടെ BP ഒക്കെ ഭയങ്കര ഹൈ ആയിരിക്കും, നിങ്ങൾ ഭയങ്കര ദേഷ്യത്തിലാണ്. ഇതെല്ലാം സ്വേർഡ്സ് ആണ്, എല്ലാം തോട്ട്സ് ആണ്, ആക്ഷനിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ ഇതിൽ സ്ട്രോങ് സോഡിയാക് സൈൻ ഒന്നും വന്നിട്ടില്ല, എല്ലാം അക്വേറിയസ്, ലിബ്ര, ജെമിനി ആണ് ഇവിടെ കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? ചിൽക്കൊക്കെ എന്നെ ഒരുങ്ങിക്കോ, ചിൽക്കോ ചിൽക്കോ ചിൽക്കൊക്കെ എന്നോ ചെയ്യിക്കോ. കണ്ടടാ കാരൊക്കെ മരിഞ്ഞു ഇത്. അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നോക്കുമ്പോൾ 4 കാർഡാണ്, 4 റിവേഴ്സാണ് വന്നേക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ സ്വന്തം കേപ്പബിലിറ്റീസിലൊരു സംശയം, നിങ്ങളുടെ കഴിവുകളിൽ നിങ്ങൾക്കൊരു സംശയമുണ്ട്. കാരണം ആരൊക്കെയോ നിങ്ങളുടെ മനസ്സ് മടുപ്പിച്ചിട്ടുണ്ട്, മനസ്സിലായി. എന്തോ ഒരു പ്രശ്നം, കാര്യമായ പ്രശ്നം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഇമോഷൻ, ലവിൻ്റെ ഒരു കാര്യമൊന്നും പറയുന്നില്ല. പക്ഷെ ഇവിടെ ഒരു സെൽഫ് ഡൗട്ട് നിങ്ങൾക്ക്, ഞാൻ ചെയ്തത് മീൻസ് ഞാൻ ഇവർ പറയുന്ന പോലെയാണോ ഞാൻ എന്നൊരു ചിന്ത നിങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതിനെ അതിജീവിക്കാൻ വേണ്ടി മനസ്സിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ട്
പ്രതികരിക്കാതിരിക്കുക. ഞാൻ പ്രതികരിച്ചാലല്ലേ, ചിലപ്പോൾ നിങ്ങളൊരു ആർട്ടിസ്റ്റ് വല്ലതായിരിക്കും, ഫേമസ് ആയ കുറച്ച് ആളായിരിക്കാം. അപ്പോൾ ചിലപ്പോൾ ഇതൊരു ഗോസിപ്പായിരിക്കാം, ആരോ നിങ്ങൾക്കെതിരായിട്ട് ദുഷ്പ്രചരണം നടത്തുന്നതായിരിക്കാം. അപ്പോൾ നിങ്ങൾ ഇത് പ്രതികരിക്കാതെ കുറേ നേരം ഇരുന്നു, പക്ഷേ അവർ നിങ്ങളുടെ തലയിൽ കയറുന്ന പോലെ ആവുന്നുണ്ട്. പ്രതികരിക്കാതിരിക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളിൽ നിന്നൊരു പ്രതികരണം കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ധൈര്യം സംഭരിക്കുക. നിങ്ങൾ കുറേ ക്ഷമിച്ചു, അപ്പോൾ ഇപ്പം നിങ്ങൾ അത് മടുത്ത് ഇനിയിപ്പം മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല, ഇത് പ്രതികരിച്ചേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ പ്രതികരിക്കാൻ പോകുന്നത്. ഇവിടെ ഈ ഒരു എനർജി എന്ന് പറഞ്ഞാൽ വളരെ സാധുവായ ക്വീൻ ഓഫ് പെന്റിക്കിൾസ് നേരെ വരുമ്പോൾ വളരെ സാധുവായ, അധികം ഭയങ്കര മീൻസ് ആരോടും അധികം പ്രശ്നമൊന്നും ഉണ്ടാക്കാത്ത ഭൂമിയാണ്, എർത്ത് സൈനാണിത്. അപ്പോൾ ഭൂമിയെ പോലെ വളരെയധികം ക്ഷമിക്കുന്ന, വളരെ സ്ലോ ആയിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരു എനർജി ആയിരുന്നു നിങ്ങൾ. പക്ഷെ നിങ്ങളിപ്പോൾ അങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല, ഇവിടെ റിയാക്ട് ചെയ്തേ പറ്റുള്ളൂ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നതുകൊണ്ട് നിങ്ങൾ റിയാക്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പം നിങ്ങളുടെ ഉള്ളിൽ കുറേ പ്രശ്നങ്ങളുണ്ട്, ഇതുകൊണ്ടുള്ള ടെൻഷൻ, സ്ട്രെസ് എല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങൾ പറഞ്ഞു ഇനി എനിക്ക് ഇത്രയും സ്ട്രെസ് എടുക്കാൻ പറ്റില്ല, ഞാൻ ഇത് സ്ട്രെസ് റിലീസ് ചെയ്യാൻ പോവുകയാണ്, പ്രതികരിക്കാതിരുന്നിട്ട് കാര്യമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെ സ്കോർപ്പിയോ കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ റെപ്യൂട്ടേഷനാണ് ഇവിടെ നശിച്ചു പോകുന്നത് നിങ്ങൾ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ അബാൻഡൻ ചെയ്തേ പറ്റുള്ളൂ. ഏത് സിറ്റുവേഷനാണ്? ഇവിടെ ഒരു അബാൻഡൻമെൻറ്റ് കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ കുറച്ച് പൈസ ചിലവുള്ള കാര്യമായിരിക്കാം. ഇവിടെ നിങ്ങൾക്ക് പല കാര്യങ്ങളും നഷ്ടമാവാനിടയുണ്ട്. 10 ഓഫ് പെന്റിക്കിൾസ് റിവേഴ്സ് വന്നിട്ടുണ്ട്. ചിലപ്പോൾ ഇതുകൊണ്ട് പല നഷ്ടങ്ങളും നിങ്ങൾ ഫിനാൻഷ്യലി, പേര്, കുടുംബ പേര്, എല്ലാത്തിനും കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ അതുകൊണ്ടായിരിക്കും നിങ്ങൾ കുറേ മിണ്ടാതിരുന്നത്. പക്ഷേ അപ്പുറത്തൊരു സർപ്പമാണുള്ളത്. അതിനെ നിങ്ങൾ ഒന്നില്ലെങ്കിൽ തല്ലിക്കൊല്ലണം, അല്ലെങ്കിൽ കൂട്ടിലാക്കണം, എന്തെങ്കിലും ചെയ്യേണ്ടി വരും. അതിഥികളായതുകൊണ്ട് പിടിച്ച് കാട്ടിക്കൊണ്ട് കളയണം. നമ്മളെ വീടിനടുത്ത് നിൽക്കുമ്പോൾ നല്ല പണി കിട്ടും. അപ്പോൾ അങ്ങനെയല്ല നിങ്ങൾ ചെയ്യേണ്ടി ഒരു സർപ്പമാണല്ലോ അതുകൊണ്ട് പറഞ്ഞതാണ്. സർപ്പമല്ല ഇത്, മൂർഖൻ, പാമ്പ്, വിഷമുള്ള പാമ്പ്. ഓക്കെ, അങ്ങനെ കാണിക്കുന്നുണ്ട്. പിന്നെ എംപറർ. അപ്പം നിങ്ങൾ ഈഗോ ഒക്കെ നിങ്ങൾ ഭയങ്കരം എന്ന് വെച്ചാൽ നിങ്ങൾ ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഡള്ളായി, മനസ്സിലായി. നമ്മൾ പ്രതീക്ഷിക്കാത്ത പരദൂഷണങ്ങൾ നമ്മളെക്കുറിച്ച് കേൾക്കുമ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, അല്ലേ? അപ്പോൾ ഇവർ ശരിക്കും നിങ്ങളുടെ പ്രതികരണമാണ്. ചിലപ്പോൾ ഇതൊരു പഴയ ഗേൾ ഫ്രണ്ട് ആയിരിക്കാം, ബോയ് ഫ്രണ്ട് ആയിരിക്കാം, നിങ്ങളെ ഇഷ്ടമുള്ള, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഒരാളായിരിക്കാം, ആരോ ഒരാൾ. എന്തായാലും ഇവിടെ നിങ്ങളുടെ ലൈഫിൻ്റെ കൺട്രോള് കയ്യിൽ നിന്ന് വിട്ടു പോകുന്നതാണെന്ന് മനസ്സിലായപ്പോൾ നിങ്ങളത് തിരിച്ചു പിടിക്കാൻ, അപ്പോൾ അത് ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ അത് തിരിച്ചു പിടിച്ചേ പറ്റുള്ളൂ, ഞാനിവിടെ പ്രതികരിച്ചേ പറ്റുള്ളൂ. ഞാനിവിടെ ഒളിച്ചിരുന്ന് റൂമിൽ അടച്ചിരുന്നിട്ട് ഒരു കാര്യവുമില്ല, വെറുതെ ഞാൻ സ്ട്രെസ് ആവുകയുള്ളൂ എന്നറിഞ്ഞിട്ട് നിങ്ങൾ രണ്ടും കൽപ്പിച്ച് പുറത്തേക്ക് ഇറങ്ങാനും പ്രതികരിക്കാനും പോവുകയാണ്. ഏരീസ്, വെർഗോ, ഇത്രയുമാണ് സോഡിയാക് സൈൻസ്. ഇതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ ഇപ്പോഴത്തെ. അപ്പോൾ ഇവർ നിങ്ങളെ സ്പൈ ചെയ്യാനുള്ള കാര്യം എന്താണ്? നിങ്ങളുടെ എതിരെ ഈ പ്രശ്നം ഉണ്ടാക്കിയ ആൾ നിങ്ങളെ ഇപ്പോൾ സ്പൈ ചെയ്യുന്നത് എന്തിനാണ്? നിങ്ങളിൽ അവരെന്തോ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഒരു ലോങ് ടേം പ്ലാൻ ഉണ്ട് അവർക്ക് നിങ്ങളിൽ. അതുകൊണ്ടാണ്. അപ്പോൾ ഈ അവരുടെ ഉദ്ദേശം, അവർക്ക് നിങ്ങളെ ഇഷ്ടമാണ്, പക്ഷെ നിങ്ങൾ അവരെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല. അതാണ് അവർ നിങ്ങളെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്ത് നിങ്ങളുടെ വായിൽ നിന്ന് എന്തെങ്കിലും പുറത്ത് വരാൻ വേണ്ടിയിട്ടാണ് അവർ വെയിറ്റ് ചെയ്യുന്നത്. അവർ നിങ്ങളെ കാരണം അവർ ഹാർട്ട് ബ്രോക്കൺ ആണ്. ചിലപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പിലായിരുന്നിട്ട് അത് വർക്ക് ചെയ്യില്ല എന്ന് മനസ്സിലായപ്പോൾ നിങ്ങളത് വേണ്ടാന്ന് വെച്ചിട്ടുണ്ടാവാം. മനസ്സിലായോ? അയ്യോ ഇത് നടക്കില്ല കേട്ടോ, ഞാൻ കാര്യമൊക്കെ ശരി, നമ്മൾ തമ്മിലൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, പക്ഷേ കൂടുതൽ അടുക്കും തോറും എനിക്ക് അങ്ങോട്ട് അത് ശരിയാവും തോന്നുന്നില്ല എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇവർക്ക് ലോങ് ടേം പ്ലാൻ ഉണ്ടായിരുന്നു നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൻ്റെ, അത് നടക്കില്ല എന്ന് പറയുമ്പോൾ ഇവർ ഹാർട്ട് ബ്രോക്കൺ ആണ്. അത് കാരണമാണ് ഇവർ നിങ്ങളെ, ഈ പേഴ്സൺ ആണായാലും പെണ്ണായാലും നിങ്ങളെ സ്പൈ ചെയ്യുന്നത്. പിന്നെ പൈസയുടെ ഉദ്ദേശമുണ്ട് കുറച്ച്. നിങ്ങൾ ചിലപ്പോൾ നല്ല പൈസയുള്ള ഒരാളായിരിക്കും, അപ്പോൾ അതും കുറച്ച് അടിച്ചു മാറ്റണം. അപ്പോൾ നിങ്ങളെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളിന്നൊരു കമ്മിറ്റ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ഇവരുടെ ബെറ്റർ ആവും. മനസ്സിലായി? ഇവർ പണിയെടുക്കണ്ട, നിങ്ങളുടെ പൈസ ചിലവിൽ കഴിയാം ഇവർക്ക്. അങ്ങനത്തെ ഒരു ഉദ്ദേശം കൂടി ഇവിടെ ഉണ്ടാവാം. അതുമാത്രമല്ല നിങ്ങളുടെ അടുത്ത് നിങ്ങളിവരെ ചിലപ്പോൾ പൈസ കൊടുത്ത് സഹായിച്ചിട്ടുണ്ടാവാം. ആ പൈസ നിങ്ങൾ തിരിച്ച് ചോദിച്ചപ്പോഴാവാം ഇവർ നിങ്ങൾക്ക് പാര വെച്ചത്. മനസ്സിലായോ? അപ്പോൾ അതും ഒരു പ്രശ്നമുണ്ട്.
പണ്ടെങ്ങോ മേടിച്ച് നിങ്ങളുടെ അടുത്ത് മേടിച്ച പൈസ അത് തിരിച്ചു തരേണ്ടി വരുമല്ലോ എന്നൊരു ചിന്തയും കൂടെ ഇവരുടെ ഇതിലുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ തമ്മിലുള്ള ഇപ്പോൾ സ്നേഹമില്ലായ്മയായി, നിങ്ങളെ കുറേ അവർ ഉപയോഗിച്ചു. ശരിക്കും പറഞ്ഞാൽ ഫിനാൻഷ്യലി നിങ്ങളായിരുന്നു അവരുടെ കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിപ്പോൾ അവരോട്, അങ്ങനെയുള്ളവരോട് നമുക്ക് റെസ്പെക്റ്റ് കുറയും അല്ലേ? അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. നിങ്ങൾക്ക് അവിടെ റെസ്പെക്റ്റ് കുറഞ്ഞ് നിങ്ങളെ റിലേഷൻഷിപ്പിൽ നിന്ന് പോകാൻ ആഗ്രഹിച്ചു. പക്ഷേ ഇവർ നിങ്ങളെ വിടാൻ പ്ലാൻ ഇല്ല. കാരണം ഇവർക്ക് ഇനിയും നിങ്ങളുടെ ആവശ്യമുണ്ട്, നിങ്ങളുടെ പണത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ മാറ്റാനാണ് ഇവർ നോക്കുന്നത്. അപ്പോൾ അവർ വളരെ ഹോപ്പ്ഫുള്ളി ആയിരുന്നു നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് എല്ലാം സെറ്റിലായി, എല്ലാവരോടും പറഞ്ഞു ഇനിയിപ്പോൾ എനിക്ക് വേറെ ആലോചന നോക്കണ്ട, ഇവിടെ ഞാൻ സെറ്റായി എന്നൊക്കെ പറഞ്ഞിരുന്നപ്പോഴാണ് നിങ്ങൾ അയ്യോ ഇത് നടക്കില്ല കേട്ടോ കല്യാണം എന്ന് പറഞ്ഞത്. മനസ്സിലായി? റിലേഷൻഷിപ്പ് നടക്കില്ല, ഇത് മുമ്പോട്ട് പോയാൽ ശരിയാവില്ല എന്ന് പറഞ്ഞത് അപ്പോഴാണ്. അപ്പോൾ ഇതേ നോക്ക്, അപ്പോൾ ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ ഫേസ് ചെയ്യാനായിട്ട് ധൈര്യമില്ലാത്തൊരു എനർജിയാണ്. സത്യാവസ്ഥ നിങ്ങളോട് പറയാൻ പറ്റില്ല, പൈസ ഇല്ല തരാൻ പറ്റില്ല, മനസ്സിലായി? ഒളിച്ചു കളിക്കുന്ന ഒരു വീക്കായ ക്യാരക്ടറാണ് നിങ്ങളെ സ്പൈ ചെയ്യുന്നത്. ലിയോ ഉണ്ട് ഇവിടെ, വളരെ ഇൻസെക്യൂർഡാണ്. ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ, ജെമിനായി. അപ്പം ഇവരുടെ ഉദ്ദേശം എന്താണ്? നിങ്ങളെ സ്പൈ ചെയ്യുന്നത് കൊണ്ട് ഇവരുടെ ഉദ്ദേശം എന്താണ്? ഇതാണ് കാരണം. നിങ്ങളവരെ ചീറ്റ് ചെയ്തു എന്നാണ് അവർ പറയുന്നത്. പക്ഷെ ഇവരുടെ ഉദ്ദേശം എന്താണ്? നിങ്ങളെ സ്പൈ ചെയ്യുന്നത് കൊണ്ട് എന്താവും? നിങ്ങളുടെ റിലേഷൻഷിപ്പ് വേണ്ടാന്ന് പറഞ്ഞു. ചില സമയത്ത് ആളുകൾ നമ്മൾ റിലേഷൻഷിപ്പ് വേണ്ടാന്ന് പറഞ്ഞാൽ അവരുടെ ഉള്ളിൽ കുറേ ഞാൻ പുറകെ കിടന്നാൽ ചിലപ്പോൾ എന്നോട് സ്നേഹം തോന്നിയാലോ, ഞാൻ അവിടെ ഇവർ പോകുന്നിടത്തൊക്കെ വന്ന് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അവരെന്നെ എപ്പോഴും കാണുമ്പോൾ പിന്നെയും റിലേഷൻഷിപ്പ് തോന്നിയാലോ എന്നൊക്കെ ഒരു ചിന്ത ചിലർക്ക് വരാറുണ്ട്. പക്ഷെ എപ്പോഴും അത് സക്സസ്ഫുൾ ആവണമെന്നില്ല. മനസ്സിലായോ? അപ്പോൾ അങ്ങനത്തെ ഒരു ചിന്തയിലാണ് ഈ പേഴ്സൺ. ചിലപ്പോൾ നിങ്ങളെ നാണം കെടുത്തി കഴിഞ്ഞാൽ വേറൊരു വഴിയും ഇല്ലാതെ വരുമ്പോൾ നിങ്ങൾ തിരിച്ച് ഇവരുടെ അടുത്തേക്ക് പോകും എന്നൊരു ചിന്ത ഈ പേഴ്സൺ ഉണ്ട്. അപ്പോൾ ഇവരുടെ ഉദ്ദേശം എന്താണ്? ഉദ്ദേശം ഇവർക്ക് നിങ്ങളുടെ ഫിനാൻഷ്യൽ, നിങ്ങൾക്ക് ഇഷ്ടംപോലെ പണമുണ്ട്, അപ്പോൾ അത് അവർക്കൊരു കണ്ണുണ്ട് നിങ്ങളുടെ പണത്തിൽ. അതൊരു കാര്യമാണ്. പിന്നെ ഉദ്ദേശം എന്ന് പറഞ്ഞു വെച്ചാൽ കുറച്ച് ഡിലേ ആയാലും കുഴപ്പമില്ല, വേറൊരു റിലേഷൻഷിപ്പിലേക്ക് പോകാനായിട്ട് ഇവർക്കൊരു മടി. എന്ന് വെച്ചാൽ ഇവർ ഓൾറെഡി സെറ്റിൽഡ് ആയിരുന്നു. അവരുടെ മനസ്സിൽ അവർ തീരുമാനമെടുത്തു, ഇത് തന്നെയാണ് ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന ആള്. കണ്ടോ, ഒരു ലവ് റിലേഷൻഷിപ്പിലേക്ക് അവർ കല്യാണം കഴിക്കണം നിങ്ങളെ, അതാണ് അവരുടെ ഉദ്ദേശം. ബാലൻസ്. അപ്പോൾ പ്രശ്നങ്ങളുണ്ടായി അത് തിരുത്തി രണ്ടാമത് എങ്ങനെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാൻ പറ്റുക, അതാണ് അവർ നോക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഒരിക്കൽ ഈ പേഴ്സണെ ശരിക്കും സ്നേഹിച്ചിട്ടുണ്ടാവാം, പക്ഷേ അവർ തന്നെ നിങ്ങളോട് പ്രൂവ് ചെയ്തു നിങ്ങളുടെ സ്നേഹത്തിന് അർഹതയില്ലാത്ത എനർജിയാണെന്ന്. അപ്പോൾ തിരിച്ച് നിങ്ങളുടെ സ്നേഹം അവർക്ക് വേണം, അതിന് വേണ്ടിയിട്ടാണ് അവർ. അപ്പോൾ നിങ്ങളെ നൊസ്റ്റാൾജി അടിക്കാനും ചിലപ്പോൾ നിങ്ങൾക്ക് ലെറ്റർ അയക്കുകയോ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുകയോ ഒക്കെ ചെയ്യും. പഴയ പാസ്റ്റിനെ കുറിച്ച് നമ്മൾ അങ്ങനെ അവിടെ പോയപ്പോൾ ഇങ്ങനെ ആയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇവർ പാസ്റ്റിൽ സ്റ്റക്കാണ്, പക്ഷെ നിങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. കാരണം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇത് സക്സസ്ഫുൾ ആവില്ല എന്ന്. ഇപ്പോൾ ഇവരുടെ ഉദ്ദേശം അതാണ്, നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് തിരിച്ച് കൊണ്ടുവരിക. മനസ്സിലായി? നാണം കെടുത്തിയെങ്കിൽ നാണം കെടുത്തി, അതാണ്. അപ്പോൾ പലരെയും ഇവർ ഇൻവോൾവ് ചെയ്യിക്കുന്നുണ്ട് ഇതിനകത്ത്. നിങ്ങളുടെ ഫ്രണ്ട്സിനെയും ഫാമിലിയൊക്കെ ഇൻവോൾവ് ചെയ്യാൻ നോക്കും. വേണമെങ്കിൽ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിൽ കൂടെ നിങ്ങളെ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യിക്കാൻ നോക്കും. വല്ലാത്തൊരു ക്യാരക്ടറാണ്, വളരെ ചീപ്പായിട്ടുള്ളൊരു ക്യാരക്ടറാണിത്. ലീബ്ര, പൈസീസ്, സാജിറ്റേറിയസ്. അങ്ങനെയാണെങ്കിൽ ഇത് നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കാനുള്ള ചാൻസ് ഉണ്ടോ? നിങ്ങളെ ബാധിക്കുമോ ഇത്? ആദ്യത്തെ കാർഡ് നോ എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വലിയ തലവേദന ഇല്ലാട്ടെ ഇവരെ കൊണ്ട്. ഇവരെ ചെയ്തോട്ടെ, ഇവർക്ക് ഇഷ്ടമുള്ളതല്ല, നിങ്ങളത് ഇഗ്നോർ ചെയ്താൽ മതി. നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാനുള്ളൊരു പ്രിപ്പറേഷനിലാണിപ്പോൾ. കാരണം അത്രയും നിങ്ങളെ നാണം കെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ പറയാത്ത കാര്യങ്ങൾ ഇവർ കഥകൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ റെപ്യൂട്ടേഷൻ അത് ബാധിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങളിപ്പോൾ കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങളത് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. പക്ഷേ യൂണിവേഴ്സ് പറയുന്നത് അത് അത്ര വലിയ കാര്യമാക്കണ്ട എന്നാണ് പറയുന്നത്. നിങ്ങളധികം എഫക്റ്റ് ചെയ്യില്ല. ഇത് കുറച്ച് കഴിയുമ്പോൾ അത് തണുത്തുറഞ്ഞോളൂ. നിങ്ങൾ റിയാക്ട് ചെയ്യാണ്ടിരിക്കുമ്പോൾ അത് തണുത്താനെ പോകും. നിങ്ങൾ റിയാക്ട് ചെയ്താൽ പിന്നെ വേറെ ഇപ്പം നമ്മളുടെ ഫിലിം സ്റ്റാർസൊക്കെ മലയാളത്തിൽ അത്രയും വന്നിട്ടില്ല, പക്ഷേ നോർത്ത് ഇന്ത്യൻ ഹിന്ദി ഇതിലൊക്കെ ഒരാൾ മറ്റേ ആളെ കുറിച്ച് അനാവശ്യം റിലേഷൻഷിപ്പിൽ ഇരുന്നിട്ട് വളരെ പേഴ്സണലായ കാര്യങ്ങൾ വളരെ പച്ചയായിട്ട് ന്യൂസിൽ കൊടുക്കുന്ന ആളുകളാണ്, സോഷ്യൽ മീഡിയയിൽ ഇടുന്ന ആളുകളാണ് അവർ. ആണും പെണ്ണും അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്ന ഒരു സെൻസ് ഇല്ലാത്തവരെന്ന് എനിക്ക് തോന്നാറുണ്ട്. മനസ്സിലായോ? പ്രൈവറ്റായിട്ട് വെക്കുന്നതല്ലേ, അതിന് പകരം പബ്ലിക് ആക്കുന്നത് രണ്ടുപേർക്കും ദോഷം ചെയ്യും. രണ്ടുപേരുടെയും വിലയാണ് പോകുന്നത്, പക്ഷെ അത് മനസ്സിലാക്കുന്നില്ല. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് ഈ സാധനം പോകാനുള്ള ഒരു
ചാൻസ് ഉണ്ട്. പക്ഷെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ രണ്ടുപേരും കൂടെ ചെളിവാരി എറിയണ്ട, അവരെ എറിഞ്ഞോട്ടെ. നിങ്ങൾ റിയാക്ട് ചെയ്യുന്നില്ലെങ്കിൽ അതിനർത്ഥം നിങ്ങൾ അത് ബോധേഡല്ല, അത് അത്ര വലിയ കാര്യമില്ല എന്ന്. പക്ഷെ നിങ്ങൾ റിയാക്ട് ചെയ്യുമ്പോൾ അവർക്ക് വില കൂടും, പിന്നെ ഡിസ്കഷനായി. മനസ്സിലായോ? ഇതിപ്പോൾ പറയുന്നത് കുറച്ച് കഴിയുമ്പോൾ തന്നെ പൊക്കോളും. അപ്പോൾ ഇത് നിങ്ങളുടെ ഒരു മിസ്റ്റേക്ക് ആയിരിക്കാം, അതുകൊണ്ടാണ് ഇവിടെ കറക്റ്റിങ് യുവർ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. പക്ഷേ മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്യേണ്ടത് ഒരു ഫൈറ്റിൽ കൂടിയല്ല, നിങ്ങൾ ഇമോഷണൽ ആയിരിക്കുമ്പോഴല്ല, ദേഷ്യം വരുമ്പോഴല്ല നമ്മൾ മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്യേണ്ടത്. പാപ്പി കുട്ടാ, അത് അതിനപ്പുറത്ത് വില്ലനാണ്. അപ്പോൾ ഇവിടെ മൂൺ കാർഡ് വന്നിട്ടുണ്ട്. മൂൺ കാർഡ് എന്ന് പറഞ്ഞാൽ ഇല്യൂഷനാണ്, മിസ്റ്ററി. നിങ്ങൾക്കൊരു ആങ്സൈറ്റി, നിങ്ങളൊന്ന് പേടിപ്പിക്കണം എന്നാണ് ഇവരുടെ ഉദ്ദേശം. മനസ്സിലായോ? അപ്പോൾ അത് നടക്കുന്നുണ്ട്, നിങ്ങൾ ശരിക്കും പേടിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ അയ്യോ ഇത് ഭയങ്കര എല്ലാവരും അറിയുമല്ലോ എന്നൊരു ടെൻഷൻ നിങ്ങൾക്കുണ്ട്. പക്ഷെ അത് ബോദർ ചെയ്യണ്ട, ഈ സിറ്റുവേഷൻ കഴിഞ്ഞു. ഇനി ഇതിലും അപ്പുറം മോശമാകാനുള്ള ചാൻസ് ഇല്ല. മാക്സിമം അവർ ചെയ്ത് കഴിഞ്ഞു. ഇതിനപ്പുറത്തേക്ക് ഇനി സിറ്റുവേഷൻ പോകില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അതുപോലെ തന്നെ ഒരു പ്രാവശ്യം വിട്ട് കളഞ്ഞാൽ അതിൻ്റെ പുറകെ പോവണ്ട, അതും കൂടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ സ്വയം പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കുക എന്നാണ് പറയുന്നത്. പിന്നെ ഇത് ഭയങ്കര സെൽഫിഷായ ഒരു എനർജിയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് പണിയാവും. അപ്പോൾ നിങ്ങളൊരു അവോയ്ഡിങ് കോൺഫ്ലിക്റ്റ്. ഇത് 5 ഓഫ് വാൻസ് റിവേഴ്സ് ആണ് വന്നേക്കുന്നത്. 5 ഓഫ് വാൻസ് റിവേഴ്സ് എന്ന് പറയുമ്പോൾ 5 ഓഫ് വാൻസ് അപ്രൈറ്റ് എന്ന് പറഞ്ഞാൽ അടിയാണ്, നേരെ ചെന്ന് അടിപിടിക്കുക. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളൊരു കോൺഫ്ലിക്റ്റിലേക്ക് പോകണ്ട, നിങ്ങളത് അവോയ്ഡ് ചെയ്യൂ. കാരണം നമ്മൾ രണ്ടുപേരും കൂടെ അടിക്കുമ്പോഴാണ് സൗണ്ട്. ഒരാൾ തന്നെത്താനെ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ശ്രദ്ധിക്കില്ല അധികം. ആദ്യമൊക്കെ ആൾക്കാർ, പിന്നെ മറ്റേ റെസ്പോണ്ട് ചെയ്യാതെ വയ്ക്കുമ്പോൾ അത് കുഴപ്പമില്ല. പക്ഷെ രണ്ടുപേരും കൂടെ ചെളിവാരി എറിയുമ്പോൾ അത് വലിയ പ്രശ്നത്തിലേക്ക് പോകും, വലുതാവും കാര്യങ്ങൾ. അതുകൊണ്ടാണ് പ്രശ്നത്തിലേക്ക് ഇടപെടണ്ട എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് കേട്ടോ. ക്യാൻസർ, ടോറസ്, ലീബ്ര, ബാക്കി സോഡിയക് സൈൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ലിയോ, പിന്നെ ജെമിനി, വെർഗോ, സ്കോർപ്പിയോ. കണ്ണിൽ പെട്ടെന്ന് പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ റീഡിങ് കഴിഞ്ഞു. ഇനി നമുക്ക് മൂന്നാമത്തെ റീഡിങ്ങിലേക്ക് പോവാം. മൂന്നാമത്തെ റീഡിങ് നമുക്ക് ഓറക്കൽ മെസ്സേജ് നോക്കാം. മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കൽ മെസ്സേജ് ആണ്. ഭഗവാനെ, മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കൽ മെസ്സേജ് ആണ്. ഭഗവാനെ, നാല് കാർഡ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ഒന്നാമത്തെ കാർഡ് ആദിയോഗി, എംബാർക്കിംഗ് ഓൺ ദ പാത്ത് ഓഫ് യോഗ. യോഗ എന്ന് പറഞ്ഞാൽ ഒരു ഡിസിപ്ലിനാണ്, ഒരു ജീവിത ശൈലി. അതുകൊണ്ട് പല ഗുണങ്ങളുണ്ടാവും. അതുകൊണ്ടാണ് ഒരു ഡിസിപ്ലിൻഡ് ലൈഫിലേക്ക് പോകണമെന്ന് പറയുന്നത്. ഭക്ഷണം, എക്സസൈസ്, കറക്റ്റ് സമയത്ത് എഴുന്നേൽക്കുക. ഈ കറക്റ്റ് സമയത്ത് എഴുന്നേൽക്കുക എന്നതിൽ ചില സമയത്ത് എനിക്കൊരു കൺഫ്യൂഷൻ വരാറുണ്ട്, ഏതാണ് കറക്റ്റ് സമയം എന്തെങ്കിലും ആവട്ടെ. പിന്നെ പേഷ്യൻസ്, ക്ഷമയും അതുപോലെ തന്നെ കുറച്ചും കൂടെ സ്പിരിച്വൽ ആവണം എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇത്തിരി ടോക്സിക് ആണ് നിങ്ങളുടെ സിറ്റുവേഷൻ, അപ്പോൾ അതുകൊണ്ട് അത് ഡീടോക്സ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. പിന്നെ തേർഡ് ഐ ചക്ര ബ്ലോക്ക്ഡ് ആണ് നിങ്ങളുടെ, അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഗൈഡൻസ് കിട്ടാത്തത് എന്ന് പറയുന്നുണ്ട്. ജ്ഞാനം കേട്ടോ, അപ്പം ജ്ഞാനക്കണ്ണാണത്, അത് തുറക്കണം എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി എന്താണ്? 10 ഓഫ് കപ്സ് റിവേഴ്സ് ആണ്. ഇത് വളരെ ഇമോഷണലായ ഒരു സിറ്റുവേഷൻ ആണെന്ന് വെച്ചാൽ വളരെ
സന്തോഷമുണ്ടായിരുന്ന ഒരു സിറ്റുവേഷൻ എല്ലാം കൂടെ തകർന്നടിഞ്ഞ പോലെ. മനസ്സിലായോ? 10 ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിട്ടില്ല, ഇമോഷണലി ഹൈറ്റിൽ നിൽക്കുന്നത്. അത് പക്ഷേ അങ്ങനെ തന്നെ തകർന്നടിഞ്ഞതാണ് ഈ റിവേഴ്സ് കാണിക്കുന്നത്. ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ ആണത്. നോക്കാം നമുക്ക്. ഇതാണ് നിങ്ങളുടെ എനർജി. നിങ്ങൾ ഭയങ്കരമായിട്ട് ഇമോഷണൽ ഡിസ്റ്റർബ്ഡ് ആണ്. കുറേ നഷ്ടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ സ്നേഹിച്ച ആളെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം, മക്കളാവാം, സിസ്റ്റേഴ്സ് ആവാം, ബ്രദേഴ്സ് ആവാം, ലവേഴ്സ് ആവാം, ഭർത്താവ്, ഭാര്യ, ആരുമാവാം, അമ്മ, അച്ഛൻ, ആരുമാവാം, ഓഫീസിൽ ഉള്ള ഫ്രണ്ട്സ് ആവാം, കൊളീഗ്സ് ആവാം, ആരും. ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം നമുക്ക്. 10 ഓഫ് പെന്റക്കിൾസ് ആണ്. വളരെ സന്തോഷകരമായിരുന്ന, വളരെയധികം സ്നേഹമുണ്ടായിരുന്ന ഒരു എനർജി നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു. ചിലപ്പോൾ മരണപ്പെട്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ തേർഡ് പാർട്ടി വന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടെ പ്രശ്നം കൊണ്ട് വലുപ്പം ഉപേക്ഷിച്ച് പോയിട്ടുണ്ടാവാം. എന്തായാലും വളരെ നല്ലൊരു സിറ്റുവേഷനിലായിരുന്നു നിങ്ങൾ, പക്ഷേ എല്ലാം നഷ്ടപ്പെട്ടു എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്നാണ് നമ്മൾ നോക്കുന്നത്. ആരെങ്കിലും നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ടോ? ഇതാണ്, ആരാണെന്നല്ല, ആരെങ്കിലും നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ആണ് നമ്മൾ നോക്കുന്നത്. നിങ്ങൾ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഈ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം നിങ്ങൾക്ക് അറിയില്ല കേട്ടോ. പെയിൻഫുൾ എൻഡിങ്, വളരെ പെയിൻഫുൾ ആയിരുന്നു ഈ അവസാനം. അപ്പം ഇതൊരു ഒരാളെ നിങ്ങൾ ഉപേക്ഷിച്ച് പോയതാവാം, നിങ്ങൾ ഉപേക്ഷിക്കേണ്ടി വന്നതാവാം. അത്രയും സ്നേഹിച്ച ഒരാളാണത്. അപ്പോൾ ഭയങ്കര സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് നിങ്ങൾ. ഭയങ്കരമായ ഹൃദയവേദനയുണ്ട് നിങ്ങൾക്ക്. ഭയങ്കരമായ ചതിയാണ് നിങ്ങൾക്ക് പറ്റിയത്. അപ്പോൾ ഈ ഒരു നിങ്ങൾ ഈ സങ്കടങ്ങളെല്ലാം ഇങ്ങനെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാനുള്ള മൂടില്ല. നിങ്ങളൊന്നും ചെയ്യുന്നില്ല തൽക്കാലത്തേക്ക്. നിങ്ങൾ ഒരു ആക്ഷനും എടുക്കുന്നില്ല. മനസ്സിലായോ? നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കാൻ ആഗ്രഹിക്കുന്നു, ആരോടും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ചിലപ്പോൾ ആൾക്കാരെ സഹതപിക്കും, ചിലപ്പോൾ ആൾക്കാർക്ക് അത് എൻജോയ്മെൻ്റ് ആണ്. ചിലർ കഥ കേൾക്കാൻ വേണ്ടി തന്നെ വിളിക്കുന്ന കുറേ പേരുണ്ടാവും, എന്തായി ആന്ന് പറഞ്ഞിട്ട്. ഇത് ക്യാൻസർ സോഡിയാക് സൈൻ ആണ്. നമുക്കിതൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്കിത് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല. മനസ്സിലായി? നിങ്ങൾ ഈ സമയം ഒന്ന് മാറണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഈ പേഴ്സൺ നിങ്ങളോട് ഇങ്ങനെ ചെയ്തു എന്ന് ആയിട്ട്. പതുക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് പുറത്തേക്ക്, കാരണം നിങ്ങൾക്ക് വേറെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ചിലപ്പോൾ കുട്ടികളുണ്ടാവും, അവരുടെ കാര്യം നോക്കണം. പക്ഷേ അതിലേക്ക് എത്താനായിട്ട് കുറച്ച് സമയമെടുക്കും. നിങ്ങൾ എപ്പോഴും ആ വേദനയിലാണ്, ആ നാണക്കേടുണ്ട്, പിന്നെ വിശ്വാസവഞ്ചന, അതിൻ്റെയൊക്കെ വേദനയിലാണ് നിങ്ങൾ. എന്ത് ചെയ്യണമെന്നറിയില്ല, ഭയങ്കര ഷോക്കിലാണ് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ. ലിയോ, ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ, ഈ സിറ്റുവേഷൻ ഒന്ന് പെട്ടെന്ന് മാറിയിരുന്നെങ്കിൽ, എന്ന് വെച്ചാൽ ഇതൊരു സ്വപ്നമായിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ ഭയങ്കര പെയിൻഫുൾ ആയ സിറ്റുവേഷനിൽ കൂടെ നമ്മൾ പോകുമ്പോൾ, നമ്മൾ ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ഇതൊന്ന് പോയിരുന്നെങ്കിൽ, ഇത് വെറും ഒരു സ്വപ്നമായിരുന്നെങ്കിൽ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ സ്പൈ ചെയ്യുന്നത് ആരാണ് നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഓക്കെ, സ്പൈ ചെയ്യുന്നത് നിങ്ങൾക്കൊരു ഓഫർ തരാൻ ആഗ്രഹിക്കുന്ന ആരോ ഒരാളാണ് നിങ്ങളെ സ്പൈ ചെയ്യുന്നത്. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ആണ് കാണിക്കുന്നത്. ഈ പേഴ്സൺ ആദ്യം നിങ്ങളോട് കുറച്ച് ഉഴപ്പായിരുന്നു. അപ്പോൾ ഇത് വിവാഹം കഴിക്കാത്തൊരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. ഈ പേഴ്സൺ നിങ്ങളുടെ ഇപ്പോൾ നിങ്ങൾ അകന്നിരിക്കുന്ന ആളാവാം, അല്ലെങ്കിൽ വേറൊരാളാവാം, പുതിയൊരാളായിട്ടാണ് തോന്നുന്നത്. ഇപ്പം കുറേ വർഷങ്ങളായിട്ട് നിങ്ങളുടെ പുറകെ നടക്കുന്ന ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ വളരെ ക്ഷമയുള്ള ആളാണ്. മനസ്സിലായി? നിങ്ങളൊന്നിലേക്കും വലിച്ചെടുക്കാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല. വളരെ പ്രാക്ടിക്കലായ ഒരു എനർജിയാണിത്. ആദ്യമൊക്കെ കുറച്ച് ഉഴപ്പായിരുന്നു നിങ്ങളോട്, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പേഴ്സൺ അകറ്റി നിർത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ പേഴ്സൺ നിങ്ങളോട് പഴയ ഉദ്ദേശമല്ല. ഇപ്പോൾ നിങ്ങളെ കുറച്ചും കൂടെ മനസ്സിലാക്കി.
അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഓഫർ തരാനും ഇതൊരു ലോങ് ടേം പ്ലാനും കൂടിയാണ് ഈ പേഴ്സൻ്റെ. പണ്ടത്തെ ആ ഉഴപ്പൊക്കെ മാറി ഇതൊരു വളരെ നല്ലൊരു ഓഫറാണ് നിങ്ങൾക്ക് ഈ പേഴ്സൺ തരാൻ ആഗ്രഹിക്കുന്നത്. മനസ്സിലായി? നിങ്ങളുടെ ലൈഫ് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ്. പേജ് ഓഫ് വാൻഡ്സ് പ്ലാനിങ്ങോട് കൂടി തന്നെയാണ് നിങ്ങളുടെ പുറകെ നടക്കുന്നത് ഈ പേഴ്സൺ കേട്ടോ. അപ്പോൾ പണ്ടത്തെ പോലെ ഉഴപ്പുള്ള ഒരു എനർജി അല്ല. ഇവിടെ ജെമിനായി ഉണ്ട്, ലീബ്ര ഉണ്ട്. അങ്ങനത്തെ ഒരു എനർജിയാണ് ഇപ്പോൾ നിങ്ങളുടെ പുറകെ നടക്കുന്നത്, നിങ്ങളെ സ്പൈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ പേഴ്സൺ അറിയാം. നിങ്ങൾ മിക്കവാറും ഒന്നും പറയേണ്ടി വരില്ല ഈ പേഴ്സണോട്. അവർ നിങ്ങളെ സ്പൈ ചെയ്യാനുള്ള റീസൺ എന്താണ്? ഇവർ നിങ്ങളെ സ്പൈ ചെയ്യാനുള്ള റീസൺ എന്താണ്? ഹാപ്പിനെസ്. നിങ്ങളെ ഈ പേഴ്സണ് ഭയങ്കര ഇഷ്ടമാണ്. മനസ്സിലായി? നിങ്ങൾ ഭയങ്കര ഒരു നിങ്ങൾ എങ്ങനെയും ആയിക്കോട്ടെ ഉള്ളിൽ, പക്ഷെ പുറമെ ഈ പേഴ്സൺ നിങ്ങളെ കാണുന്നത് വളരെ കോൺഫിഡൻ്റ് ആയ ഒരു എനർജിയാണ്, വളരെ കേപ്പബിൾ ആയ ഒരു എനർജിയാണ്. നിങ്ങൾ ഒട്ടും ഇമോഷണലി നിങ്ങൾ അത്ര ഡിസ്റ്റർബ്ഡ് ഒന്നുമല്ല, ഭയങ്കര കേപ്പബിൾ ആണ്, സ്വന്തം കാര്യം ചെയ്യാനുള്ള കഴിവുള്ള ഒരു എനർജിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളെ കാണുമ്പോൾ ഈ പേഴ്സണ് ഭയങ്കര സന്തോഷമാണ്. നിങ്ങളാണ് ഈ പേഴ്സണ് സന്തോഷം കൊടുക്കുന്നത് എന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. അതുകൊണ്ടാണ് ഈ പേഴ്സൺ നിങ്ങളെ സ്പൈ ചെയ്യുന്നത്. നിങ്ങളുടെ ഓരോ പ്രവൃത്തിയും ഈ പേഴ്സൺ അറിയുന്നുണ്ട്, നിങ്ങളുടെ ഓരോ പുരോഗതിയും, നിങ്ങൾക്ക് വരുന്ന ഓരോ പ്രശ്നങ്ങളും ഈ പേഴ്സൺ അറിയാം. അപ്പോൾ അത്ര ക്ലോസ് ആയിട്ട് നിങ്ങളെ വാച്ച് ചെയ്യുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ഭയങ്കര ഹാപ്പിനെസ്. നിങ്ങൾ ഈ പേഴ്സണ് നിങ്ങൾ അറിഞ്ഞോ അറിയാതെ ഈ പേഴ്സണ് വളരെയധികം സന്തോഷം കൊടുക്കുന്നുണ്ട്. ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ ഇതുവരെ അങ്ങോട്ട് പ്രകടമായിട്ട് വന്നിട്ടില്ല. മനസ്സിലായി? പണ്ടെങ്ങോ ചിലപ്പോൾ നിങ്ങൾ പരിചയപ്പെട്ടിട്ട് പിന്നെ അധികം കോണ്ടാക്റ്റ് ഇല്ലാത്തൊരു എനർജിയും ആവാം. ഇവിടെ വെർഗോ കാണിക്കുന്നുണ്ട്, പിന്നെ ലിയോ ആണ് കാണിക്കുന്നത്. അപ്പം അങ്ങനത്തെ ഒരു റീസൺ നിങ്ങൾ കുറേ സന്തോഷം കൊടുക്കുന്നുണ്ട് ഈ പേഴ്സണ്, നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ. അപ്പോൾ അതാണ് ഈ പേഴ്സൺ ടെൻഷൻ വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഈ പേഴ്സൺ നിങ്ങളെ ആയിരിക്കും ശ്രദ്ധിക്കുന്നത്. മനസ്സിലാവണ്ടോ? നിങ്ങളുടെ ലൈഫിലുള്ള ഹാപ്പിനെസ്, നിങ്ങൾ തമാശ പറയുന്നത്, നിങ്ങൾ പൊട്ടിച്ചിരിക്കുന്നതൊക്കെ ഈ പേഴ്സണ് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ മറ്റുള്ളവരോട് ഇൻറ്ററാക്ട് ചെയ്യുന്നത്, നിങ്ങളുടെ ഡ്രസ്സിങ്, ഇതെല്ലാം നിങ്ങളുടെ പേഴ്സണാലിറ്റിയൊക്കെ ഈ പേഴ്സൺ ഇഷ്ടമാണ്. അപ്പം അതുകൊണ്ടാണ് ഈ പേഴ്സൺ നിങ്ങളെ സ്പൈ ചെയ്യുന്നത്. ഇവരുടെ ഉദ്ദേശം, സ്പൈ ചെയ്തിട്ട് ഇവരുടെ ഉദ്ദേശം എന്താണ്? ഇവർക്ക് നിങ്ങളോട് പക്ഷേ ലോങ് ടേം പ്ലാൻ ഒന്നും ഇല്ല. അതൊരു പണിയോ? ലോങ് ടേം പ്ലാൻ ഒന്നും ഇല്ല എന്നാണ് പറയുന്നത്. ഈ പേഴ്സൺ ഒറ്റയ്ക്ക് ജീവിക്കാൻ, ചിലർ ഒറ്റയ്ക്ക് ജീവിക്കാൻ തീരുമാനിക്കുന്നവരാണ് പല കാരണങ്ങൾ കൊണ്ട്. അപ്പോൾ ഈ പേഴ്സണും ഒറ്റയ്ക്ക് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്. മനസ്സിലായോ? പക്ഷേ അതിനിടയ്ക്ക് ഈ പേഴ്സൺ മറ്റുള്ളവരോട് അട്രാക്റ്റഡ് ആവുന്നു, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളോട് പേഴ്സണൽ അട്രാക്ഷൻ ഉണ്ട്, പക്ഷേ ഈ പേഴ്സണ് നിങ്ങളുമായിട്ട് ലോങ് ടേം പ്ലാൻ ഒന്നും ഇല്ല. അതുപോലെ തന്നെ ഈ പേഴ്സണ് പേഴ്സണൽ ഗോൾസ് ഉണ്ട്. ഈ പേഴ്സണൽ ലൈഫിൽ ഇൻവോൾവ് ആണ്. അങ്ങനത്തെ ഒരു എനർജിയാണ്. ഈ പേഴ്സൺ നിങ്ങൾക്ക് വളരെയധികം നിങ്ങൾ ഈ പേഴ്സണ് വളരെയധികം സന്തോഷം തരുന്നുണ്ട്. കള്ളത്തരമൊന്നുമില്ല. ഈ പേഴ്സൺ ജെനുവിനായ ഒരാളാണ്. പക്ഷേ ചിലപ്പോൾ കുറച്ചൊരു പ്രായമുള്ള 19 വയസ്സൊക്കെ ഉള്ള ഒരാളായിരിക്കും. എന്ന് വെച്ചാൽ വിവാഹപ്രായമെല്ലാം കഴിഞ്ഞ്, ചിലപ്പോൾ ഓൾറെഡി വിവാഹം കഴിച്ചിട്ട് അത് ഡിവോഴ്സ് ആകുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു എനർജി ആയിരിക്കും. അപ്പോൾ ഒരു പ്രായം കഴിഞ്ഞാൽ ബോധമുള്ളവർക്ക് മനസ്സിലാകും അവരുടെ സിറ്റുവേഷൻ അനുസരിച്ച് ഇനി വിവാഹം കഴിച്ചാൽ സക്സസ്ഫുൾ ആകുമോ. നമ്മൾ വിവാഹം കഴിക്കുന്ന വെറുതെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ടാണ് മെജോറിറ്റി ആൾക്കാരും. ഈ വയസ്സായി കല്യാണം കഴിക്കാം, ഇനി പിള്ളേരുണ്ടാക്കാം, ഇനി അങ്ങനെ അങ്ങ് ജീവിക്കാം. അങ്ങനത്തെ ഒരു മെജോറിറ്റി 90% ആൾക്കാരും അങ്ങനെയാണ് വിവാഹം കഴിക്കുക. വീട്ടുകാരെ നിർബന്ധിക്കുന്നു, വിവാഹപ്രായമായി ഇനി കല്യാണം കഴിക്കാം. മനസ്സിലായോ? പക്ഷേ ഒരു പ്രായം നമ്മളുടെ സർക്കംസ്റ്റാൻസ് നോക്കുക, നമ്മളുടെ ക്യാരക്ടർ നോക്കുക. അപ്പോൾ ഒരു 50 വയസ്സെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സ് സെറ്റാണ്. അപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ മനസ്സ് സെറ്റാണ്. ഈ പേഴ്സണ് അറിയാം എന്താണ് വേണ്ടത്, എന്താണ് വേണ്ടാത്തത്. ഈ പേഴ്സണ് ആൾക്കാർ ഫ്രണ്ട്ഷിപ്പ് വേണം, പക്ഷേ ഒരിക്കലും ഒരു വിവാഹ ജീവിതം വേണ്ട എന്ന് വെച്ചിരിക്കുന്ന ഒരു ആളാണിത്. കാരണം ഈ പേഴ്സൻ്റെ സ്വഭാവം അറിയാം. ഈ പേഴ്സൻ്റെ നെഗറ്റീവ്സും അറിയുമ്പോൾ പോസിറ്റീവ്സും അറിയാം. അപ്പോൾ ഈ പേഴ്സൻ്റേതായ ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ട്. അത് വേറൊരാൾ വന്നു കഴിഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ മാറും. അത് വേർത്താണോ? മനസ്സിലായി? അതാണ് ഇവിടെ ചോദ്യം. അപ്പോൾ ഈ പേഴ്സൺ മനസ്സ് സെറ്റാണ്, എനിക്ക് കമ്മിറ്റ്മെൻ്റ് ഒന്നും വേണ്ട, റിലേഷൻഷിപ്പ് മീൻസ് മാരേജ് വേണ്ട, അങ്ങനെ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനത്തെ ഒരു എനർജിയാണ് ഈ പേഴ്സൻ്റെ ഉദ്ദേശം. നിങ്ങൾക്ക് കുറച്ച് സന്തോഷം തരിക, സമാധാനം തരിക, നിങ്ങളുടെ ലൈഫിൽ മീൻസ് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ ഒരു സപ്പോർട്ട് ആവുക, അത്രേ ഈ പേഴ്സണ് ആഗ്രഹമുള്ളൂ. അല്ലാതെ നിങ്ങളെ വിവാഹം കഴിക്കാനൊന്നും ഈ പേഴ്സൺ ആഗ്രഹമില്ല, ആണായാലും പെണ്ണായാലും.
ഇവിടെ സാജിറ്റേറിയസ് ഉണ്ട്, സ്കോർപ്പിയോ, വെർഗോ, പൈസസ്. വെർഗോ ഭയങ്കര സ്ട്രോങ് ആണ് ഇവിടെ. അപ്പോൾ ചില വെർഗോസ്, ചില അക്വാരിയസ് സോഡിയാക് സൈൻസ് ഒക്കെ വിവാഹമേ വേണ്ടെന്ന് പറഞ്ഞിരിക്കുന്നവരാണ്. അവർക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ അറിയാം, മനസ്സിലായി? ആണായാലും പെണ്ണായാലും ഇത് മതി ജീവിതം എന്ന് വിചാരിക്കുന്ന ചിലർ. അങ്ങനത്തെ കുറച്ച് എനർജി, അങ്ങനത്തെ ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവർ സ്പൈ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് വല്ല പ്രശ്നം ഉണ്ടാവാൻ വഴിയുണ്ടോ? കാരണം ഈ പേഴ്സൻ്റെ ഉദ്ദേശം ഇതാണ്. ഇപ്പം നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടാവാൻ വഴിയുണ്ടോ? നോ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ബുദ്ധിമുട്ടുണ്ടാവണമെങ്കിൽ നിങ്ങൾ വിചാരിക്കണം. ഈ പേഴ്സൺ നിങ്ങളോട് വന്ന് സംസാരിക്കുമ്പോൾ നിങ്ങൾ സീരിയസ് ആയിട്ട് പിന്നെ കല്യാണം കഴിച്ചേ പറ്റുള്ളൂ എന്നൊക്കെ നിങ്ങൾ ആക്കിക്കഴിഞ്ഞാൽ ഇതൊരു ബുദ്ധിമുട്ടിലേക്ക് പോകും. പക്ഷെ നിങ്ങൾ ഈ പേഴ്സൻ്റെ മനസ്സനുസരിച്ച് അറിഞ്ഞാണ് പെരുമാറുന്നതെങ്കിൽ അവിടെ പ്രശ്നങ്ങളില്ല, മനസ്സിലായോ? അതുകൊണ്ടാണ് യൂണിവേഴ്സ് പറയുന്നത് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവേണ്ട കാര്യമില്ല, നിങ്ങൾ ആയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരുന്നാൽ മതി എന്ന യൂണിവേഴ്സ്. ഒരു ന്യൂ ബിഗിനിങ് അല്ല, മനസ്സിലായോ? ഇവിടെ നിങ്ങൾക്കൊരു തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഈ പേഴ്സണ് വേറെ അഫെയർസ് റിലേഷൻഷിപ്പ് ഉണ്ടാവാം, പോസിബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ഒരാളായിട്ട് വിവാഹം കഴിക്കില്ല, ആരെയും വിവാഹം കഴിക്കില്ല. അങ്ങനെയാണെങ്കിൽ നേരത്തെ കല്യാണം കഴിക്കായിരുന്നു. അപ്പോൾ ഇവിടെ അടിയും ബഹളങ്ങളും ഉണ്ടാവാനുള്ള ചാൻസ് വരുന്നത് നിങ്ങൾ എക്സ്പെക്റ്റേഷൻസ് കൂടുമ്പോഴാണ്. പിന്നെ ഇവിടെ തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഈ പേഴ്സൻ്റെ ലൈഫിൽ ഇപ്പോൾ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളൊരു തേർഡ് പാർട്ടി, അത് വേറൊരു റിലേഷൻഷിപ്പ് ഉള്ളത് കൊണ്ടാവണം. ഈ പേഴ്സണ് ഹോബീസ് ഉണ്ടാവാം, ഈ പേഴ്സണ് ജോലി ഉണ്ടാവും, പല ജോലികൾ ചെയ്യുന്ന ഒരാളായിരിക്കും, പല ഇൻട്രസ്റ്റ് ഉള്ള ഒരാളായിരിക്കും. അപ്പോൾ ഇപ്പോൾ റിലേഷൻഷിപ്പിലേക്ക് വന്ന് കയറുന്ന ഒരാൾ ഒരു തേർഡ് പാർട്ടി ആയിട്ട് മാറും. കാരണം 100% ടൈം നിങ്ങൾക്ക് വേണ്ടി ചിലവാക്കാൻ ഈ പേഴ്സൺ ഉണ്ടാവില്ല. ഈ പേഴ്സണ് പല ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ്. അതുകൊണ്ടാണ്. അപ്പോൾ ഒരു മാരേജിലേക്ക് പോയാൽ ലൈഫ് കുളമാവും, ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് പോയി കഴിഞ്ഞാൽ പ്രശ്നമാവും. അതുപോലെ തന്നെ വളരെ കൺട്രോൾ ചെയ്യാൻ നോക്കരുത്, അതൊരു ബുദ്ധിമുട്ടാവുന്നത് കൊണ്ട് കൂടിയിട്ടാണ്. ഈ പേഴ്സൺ ഒരു ഫ്രീ സ്പിരിറ്റ് ആണ്, പെണ്ണായാലും ആണായാലും. അപ്പോൾ അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ കാണിക്കുന്നത്. അല്ലാതെ നിങ്ങൾക്ക് ഈ പേഴ്സണായിട്ട് നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ഈ പേഴ്സണോട്. ഈ പേഴ്സൺ നല്ലൊരു സഹായിയായിരിക്കും, സപ്പോർട്ട് ചെയ്യും, നിങ്ങൾക്ക് നല്ല അഡ്വൈസ് തരും, മനസ്സിലായി? അല്ലാതെ അതിൽ കൂടുതൽ എക്സ്പെക്ട് ചെയ്യരുതെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. കാപ്രിക്കോൺ, അക്വാരിയസ്, ടോറസ്, ലിയോ, അക്വാരിയസ്, സ്കോർപ്പിയോ, അക്വാരിയസ്, ഏരീസ്, സ്കോർപ്പിയോ, ഇതെല്ലാം ഞാൻ പറഞ്ഞതാണ്. ഇതാണ് ലാസ്റ്റ് റീഡിങ്. അപ്പോൾ ഇതോടുകൂടി ഞാൻ ഇന്നത്തെ റീഡിങ് ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇതുവരെ എൻ്റെ റീഡിങ് കണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. ഭഗവാൻ നിങ്ങൾക്ക് സന്തോഷവും എല്ലാവർക്കും സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആരോഗ്യവും അറിഞ്ഞു നൽകാൻ ഇടവരട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരും സേഫായിട്ടിരിക്കുക. ടേക്ക് കെയർ. അടുത്ത റീഡിങ്ങുമായിട്ട് വീണ്ടും വരാം. ബൈ ബൈ.